എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ പാഠഭാഗത്തിലേക്ക് പോവാം. പാഠത്തിൻ്റെ പേരാണ് ആയാം കലാം കെ ബഹാനെ. ഇത് മിഹിർ പാണ്ഡെ എന്ന രചയിതാവിൻ്റെ ഒരു ഫിൽമി ലേഖനമാണ്. ഫിൽമി ലേഖനം എന്ന് പറഞ്ഞതാണ് സിനിമാ ലേഖനം. ഒരു സിനിമയുടെ കഥയുമായി ബന്ധം തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ കഥാകാരനായ മിഹിർ പാണ്ഡെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിൻ്റെ സൗഹൃദങ്ങളും അദ്ദേഹം കണ്ട സിനിമയുടെ സൗഹൃദവും തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഈ പാഠഭാഗത്തിൽ നിന്ന് താരതമ്യം ചെയ്തിരിക്കുകയാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് വിശദമായി പോകാം. റെഡിയല്ലേ? ഗ്രാമത്തിലെ ഒരു സ്കൂളിലെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നത്. മിഹിറിന് കുട്ടിക്കാലത്തിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ജിസ്കാ നാം ഹെ മോർപാൽ. അവൻ്റെ പേരെന്തായിരുന്നു? മോർപാൽ എന്നായിരുന്നു. ഗാവ് കാ സ്കൂൾ മേ മേരാ എക് സാത്തി താ ജിസ്കാ നാം ഹെ മോർപാൽ ജോ പഠ്നെ മേ ബാത് ഉത്സുക് താ. അവൻ എങ്ങനെയായിരുന്നു? പഠിക്കാൻ വളരെ താല്പര്യമുള്ളവൻ. एक दिन मास्टर तिवारी जी ने उससे पूछा लुक का मतलब क्या है. ഒരു ദിവസം മാസ്റ്റർ തിവാരി ജി അവനോട് ചോദിച്ചു, ബേട്ടാ ലുക്ക് നാം കാ വാക്യ കാ മത്ലബ് ക്യാ ഹെ, എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ ഉन्होंने क्या कहा, LOOK അല്ലേ. ലുക്ക് क्या होता है? LOOK. लुक का मतलब होती है लुक की देखना, यानी ലുക്ക് കെ ദേഖന, നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പഠിക്കാൻ വളരെ താല്പര്യമുള്ളവനും എന്തും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ളവനായ കൂട്ടുകാരനായിരുന്നു തൻ്റെ കുട്ടിക്കാലത്തെ സുഹൃത്തായ മോർപാൽ എന്ന് മിഹിർ ഓർമ്മിച്ചെടുക്കുന്നു. മിഹിറും മോർപാലും ക്ലാസ്സിലെ ധരിപ്പട്ടി എന്ന് പറഞ്ഞ പായയിൽ പാസ് ബൈഠത്താത, അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. എന്താണ് കാരണം? നാം കാ പെഹല അക്ഷർ, പേരിൻ്റെ ആദ്യ അക്ഷരമായിരുന്നു. മിഹിർ ഓർ മോർപാൽ രണ്ടു പേരും ആരംഭിക്കുന്നത് എം എന്ന അക്ഷരത്തിലായിരുന്നു അല്ലേ. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ ക്ലാസ്സിൽ ധരിപ്പട്ടിയിൽ അവർ എവിടെയാണ് ഇരുന്നത്? സമീപത്താണ് ഇരുന്നിരുന്നത്. ഈ രണ്ട് സൗഹൃദങ്ങൾ തുടങ്ങുന്നത് എവിടെ നിന്നറിയാമോ? ഖാനെ കി അദ്ലാ ബദ്ലിമേ, ഭക്ഷണം എന്ത് ചെയ്യുന്നതിൽ? അദ്ലാ ബദ്ലി കർണ, പങ്കുവെക്കുന്നതിൽ അല്ലേ. ഹം സബ് ഖാനെ കി അദ്ലാ ബദ്ലി കർത്തേ ഹെ, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഭക്ഷണ സമയത്ത് ഭക്ഷണം എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ സുഹൃത്തിനോട് പങ്കുവെക്കാറുണ്ട് അല്ലേ. മിഹിർ ഓർ മോർപാൽ കെ ബീച്ച് ഖാനെ കി അദ്ലാ ബദ്ലി ഹുവ. മിഹിറും മോർപാലും തമ്മിൽ എന്തുണ്ടായത്? ഖാനെ കി അദ്ലാ ബദ്ലി ഹുവ. മിഹിർ കാ ഘർ സേ രാജ്മ ചാവൽ ബനാക്കർ ദേത്താ താ. മിഹിറിൻ്റെ വീട്ടിൽ നിന്നും എന്നും ഉച്ചഭക്ഷണമായിട്ട് എന്താണ് കൊടുത്തയക്കാറ്? രാജ്മ ചാവൽ അല്ലേ. രാജ്മ ചാവൽ എന്ന ഭക്ഷണമാണ് കൊടുക്കാറ്. രാജ്മ എന്ന് പറഞ്ഞാൽ ഒരു നീളൻ പയറാണ്, അതും ചാവലുമാണ് മിഹിറിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയക്കാറ്. ലേക്കിൻ മോർപാൽ അപ്ന ഘർ സേ എക് ചാഞ്ച് ലേക്കർ ആത്താ താ. മോർപാൽ വീട്ടിൽ നിന്നും എക് ചാഞ്ച് കാ ഡബ്ബ ലേക്കർ, മോരിൻ്റെ ഒരു വലിയ ഡബ്ബയുമായിട്ട് പാത്രയുമായിട്ടാണ് ആര് വരുന്നത്? മോർപാൽ വരുന്നത്. ഓർ ഇൻ ദോനോ കെ ബീച്ച് മേ എക് സൗദ ഹോ ഗയ. ഇവർ രണ്ടുപേരും തമ്മിൽ എന്തുണ്ടായി? ഒരു സൗദ, ഒരു വ്യാപാരം ഉണ്ടായി. എന്താണത്? ഗാനെ കി അദ്ലാ ബദ്ലി കർണ, ഭക്ഷണം എന്ത് ചെയ്യാം? അദ്ലാ ബദ്ലി കർണ, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? മിഹിർ അപ്ന ഘർ സേ ലായ രാജ്മ ചാവൽ മോർപാലിന് കൊടുത്തു. അപ്പോൾ മോർപാൽ എന്ത് ചെയ്തത്? അപ്നെ ഘർ സേ ലായ ചാഞ്ച് കാ ഡിബ്ബ മിഹിർ കോ ദേത്താ. इस प्रकार गाने की अदला बदली में दोनों का एक बचपन का एक दोस्ती शुरू हुआ. എന്തുണ്ടായി? കുട്ടിക്കാലത്തിൽ ഒരു സൗഹൃദം ഉണ്ടായി. മിഹിർ പറയുന്ന ഒരു വാക്കുണ്ട്, ചാഞ്ച് മേരി കംസോരി ഹെ. ചാഞ്ച് മേരി കംസോരി ഹെ, എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. എന്ത്? ചാഞ്ച്. ആരാണ് ചാഞ്ച് കൊണ്ടുവന്നിരുന്നത്? മോർപാൽ കൊണ്ടുവന്നിരുന്നു. മിഹിർ കാ ഘർ മേ ഹമേഷ രാജ്മ ചാവൽ ബനാത്താ താ. ചാഞ്ച് തോ ഉൻകെ ഘർ മേ ബനാത്താ ഹി നഹി. ചാഞ്ച് അവൻ്റെ വീട്ടിൽ എന്ത് ചെയ്യാറില്ല? ഉണ്ടാക്കാറ് പോലില്ല. ആരുടെ വീട്ടിൽ? മിഹിറിൻ്റെ വീട്ടിൽ ചാഞ്ച് ഉണ്ടാക്കാറില്ല. ഉൻകെ ഘർ മേ ക്യാ ബനാത്താ ഹെ, എന്താണ് അവൻ്റെ വീട്ടിൽ ഉണ്ടാക്കാറ്? ഹമേഷ രാജ്മ ചാവൽ ബനാത്താ ഹെ. तो छाछ उसके लिए एक कमज़ोरी बन गया था. यही कमज़ोरी का इस्तेमाल किया कौन? മോർപാൽ. ഈ കംസോരി, ഈ വീക്ക്നെസ് ആര് ഉപയോഗിച്ചു? നമ്മുടെ മോർപാൽ ഉപയോഗിച്ചു. और मोरपाल ने क्या किया? अपने घर से लाया राजमा चावल, मिहिर के घर से लाया राजमा चावल गाकर उसके बदले में क्या किया? उसके घर से लाया छाछ का डब्बा किसको देता है? मोरपाल को देता है. इसी प्रकार उन दोनों के बीच बचपन में दोस्ती हो जाता है. मोरपाल घर से 15 किलोमीटर दूर साइकिल चलाकर आता था. മോർപാൽ വീട്ടിൽ നിന്നും 15 കിലോമീറ്റർ ദൂരെ എങ്ങനെ വരുന്നു? സൈക്കിൾ ചലാക്കർ, സൈക്കിൾ ഓടിച്ചുകൊണ്ടാണ് വരുന്നത്. ഓബി കേസെ ചാഞ്ച് കെ ഡബ്ബെ കോ ബിനാ ചൽക്കായെ, തൻ്റെ കയ്യിലുള്ള ചാഞ്ചിൻ്റെ ഡബ്ബ, ആ പാത്രം എന്ത് ചെയ്തു? ഒരല്പം പോലും തുളുമ്പാതെ കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞിരുന്നു? മോർപാലിന് കഴിഞ്ഞിരുന്നു. യത്ത് മിഹിർ കെ ലിയെ ആശ്ചര്യ കാ വിഷയത, ഇത് മിഹിറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അത്ഭുതം നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്നു.
മിഹിർ का हालत क्या है? മിഹിർ ഹമേഷ സ്കൂൾ ജാനെ സെ റോയാ കർത്താ था. മിഹിർ എല്ലായ്പ്പോഴും സ്കൂളിൽ പോകുന്നതിൽ എന്ത് ചെയ്തിരുന്നു? കരയുന്നു. എന്താ കാരണം? സ്കൂൾ ജാന പസന്ദ് നഹീ കർത്താ. സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നോ? നെയ്. ഹമേഷ റോസ് നയാ ബഹാന കർത്താ. എന്നും എന്ത് ചെയ്തിരുന്നു? റോസ് നയാ ബഹാന കർത്താ. എന്നും പുതിയ കാരണങ്ങൾ ഉണ്ടാക്കും. ജബ് ബാരിഷ് കെ ദിനോം സ്കൂൾ കി രാസ്തേ മേ പാനി ഭർ ജാത്ത. മഴക്കാലഘട്ടത്തിൽ സ്കൂൾ കി രാസ്തേ മേ സ്കൂളിൻ്റെ വഴികളിൽ പാനി ഭർ ജാത്ത, വെള്ളം നിറയുന്ന സമയത്ത് ഓ ഗർമേ നാച്ചാ കർത്ത, വീട്ടിൽ നൃത്തം ചെയ്യുമായിരുന്നു. കാരണം ക്യാ ഹേ? ഐസേ ദിൻ സ്കൂൾ കി ചുട്ടി ഹോത്തി തീ. അത്തരം ദിവസങ്ങളിൽ സ്കൂൾ എന്തായിരുന്നു? അവധിയായിരുന്നു. യേ സമയ മോർപാൽ കെ ലിയെ ബഹുത് ബുരാ ദിൻ താ. ഈ ദിവസങ്ങൾ മോർപാലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു? ബഹുത് ബുരാ ദിൻ, വളരെ മോശം ദിവസമായിരുന്നു. എന്താ കാരണം? മോർപാൽ കെ ലിയെ സ്കൂൾ ക സമയ ഹി ഓ ബച്ച ബൻകർ രഹ ജാത്ത. മോർപാലിനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ സമയത്താണ് അവനക്കൊരു കുട്ടിയെ പോലെ ജീവിക്കാൻ കഴിയുന്നത്. എന്താണ് നമ്മുടെ മോർപാലിന് സ്കൂളിനോടൊത്ത താല്പര്യം കൂടാനുള്ള കാരണം? ഹാ, സ്കൂൾ കി ചുട്ടി കെ ദിൻ, സ്കൂൾ അവധി ദിവസങ്ങളുണ്ടല്ലോ, മോർപാൽ കെ ലിയെ സബ്സെ ബുരാ ദിൻ താ. മോർപാലിന് ഏറ്റവും മോശം ദിവസമായിരുന്നു. കാരണം ക്യാ ഹെ മാലൂം? എന്താണ് കാരണമെന്ന് അറിയാമോ? ഉസേ സുബഹ് സെ ഷാം തബ് ഖേത് മജൂരി കർണാ പഡ്താ താ. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ ജോലികളും ഖേത് കാ കാം, വയലിലെ ജോലികളുമായിട്ട് സുബഹ് സെ ഷാം തക് കാം, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ജോലികൾ. ലേക്കിൻ സ്കൂൾ ക സമയ ക വിശേഷത ക്യാ ഹെ? എന്താ സ്കൂൾ സമയത്തിൻ്റെ പ്രത്യേകതകൾ? വോ ഏക് ബച്ചാ ബൻകർ ഖേൽ സക്താ താ ഓർ പഠ് ഭി സക്താ ഹെ. ഒരു കുട്ടിയെപ്പോലെ കളിക്കാനും എന്ത് ചെയ്തിരുന്നു? പഠിക്കാനും കഴിഞ്ഞിരുന്നു അല്ലേ? ഉസ്കെ പാസ് സിർഫ് ഏക് ഹി കപ്പടാ താ. അവൻ്റെ കയ്യിൽ ഒരു പുതിയ വസ്ത്രമുണ്ടായിരുന്നു. ഏക് നയാ കപ്പട, ഒരു പുതിയ വസ്ത്രമുണ്ടായിരുന്നു. വോ ക്യാ ഹെ? ഉസ്കി സ്കൂൾ കി യൂണിഫോം, അവൻ്റെ സ്കൂളിലെ യൂണിഫോം. നീലി കാക്കി വാല സ്കൂൾ കി യൂണിഫോം, നീലയും കാക്കിയും നിറമുള്ള സ്കൂളിൻ്റെ യൂണിഫോം. വോ ഹമേഷ ഓ നീലി കാക്കി യൂണിഫോം പെഹൻ കർ ആത്താ താ. അവൻ എല്ലായ്പ്പോഴും ആ നീലയും കാക്കിയും നിറമുള്ള യൂണിഫോമാണ് ധരിച്ചുകൊണ്ടിരുന്നത്. യഹി കി ഷാദി കെ സമയ ഏക് ദിൻ മോർപാൽ യൂണിഫോം പെഹൻ കർ ആത്താ ദേക്കർ. ഒരു ദിവസം ഷാദി കെ സമയ, വിവാഹ സമയത്ത് മോർപാൽ വോ യൂണിഫോം പെഹൻ കർ ആയ. മോർപാൽ എന്ത് ചെയ്തു? ആ യൂണിഫോം ധരിച്ചത് കണ്ടിട്ട് മിഹിർ തോ ഹൈറാൻ ഹോ ഗയ. മിഹിർ എന്ത് ചെയ്തു? അത്ഭുതപ്പെട്ടു പോയി. ക്യോങ്കി മിഹിർ ഹമേഷ നയെ നയെ രംഗ കാ കപ്പടാ പഹനാ ചാഹത്താ താ. മിഹിർ എല്ലായ്പ്പോഴും പുതിയ പുതിയ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മോർപാൽ ഹമേഷ വോ യൂണിഫോം ഹി പഹൻതാ താ. മോർപാൽ എല്ലായ്പ്പോഴും എന്ത് ചെയ്തു? ആ യൂണിഫോം മാത്രമാണ് ധരിച്ചിരുന്നത്. ഇതിന് കാരണം മിഹിർ ചോദിച്ചപ്പോൾ മോർപാൽ എന്താ പറഞ്ഞത്? ഉസ്കെ പാസ് വോ ഏക് ഹി നയാ കപ്പടാ ഹെ. അവൻ്റെ കയ്യിൽ അത് മാത്രമാണ് ഒരു പുതിയ വസ്ത്രം. ബാക്കി സബ് ഫട്ടേ കപ്പടേ, ബാക്കിയുള്ളതെല്ലാം എന്താണ്? കീറിയ വസ്ത്രങ്ങളായിരുന്നു. അബ് ലോഗ് നീൽ മാധവ് പാണ്ഡെ കി ആയ് ഖലാം സിനിമ ദേക്കാ ഹെ. നിങ്ങൾ നീൽ മാധവ് പാണ്ഡെയുടെ ആയ് എം ഖലാം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കാണണം. നമ്മുടെ മിഹിർ എന്തു ചെയ്തു? അയാം കലാം നാം കാ സിനിമ ദേക്ക. അയാം കലാം എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ ഉസെ അപ്ന ബച്പൻ കാ യാദ് ആ ഗയാ. അവൻ എന്ത് ചെയ്തു? തൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. എന്താണ് തൻ്റെ കുട്ടിക്കാലത്തിൻ്റെ പ്രത്യേകത? ഉസ്കെ ബച്പൻ മേ ബി ഉസ് സിനിമ കെ ജേസ ഉസൈക് മിത്രത. അവൻ്റെ കുട്ടിക്കാലത്തിലും സിനിമയിലെ പോലെ അവനക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ജോ ഹംനെ പട ജിസ്കാ നാം, അവൻ്റെ പേരെന്തായിരുന്നു? മോർപാൽ ധാ. അവൻ്റെ പേരെന്തായിരുന്നു? മോർപാൽ എന്നായിരുന്നു അല്ലേ? യഹി സിനിമ, ഈ സിനിമയിലുണ്ടായിരുന്നു ഐസെ ദോ ബച്ചെ, ഇത്തരം രണ്ട് കുട്ടികൾ. നാം ഹെ കലാം ഓർ രൺവിജയ്. അവരുടെ പേരെന്തായിരുന്നു? കലാം എന്നും രൺവിജയും എന്നും ആയിരുന്നു. നമ്മുടെ സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള കലാമിനൊരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയാമോ? കലാം കാ സപ്നാ താ സ്കൂൾ ജാന ഓർ പഠ് ലിഖ്കർ ടി വി മേ ദേഖ് APJ അബ്ദുൽ കലാം ജैसे ബന. എന്താണ് കലാമിൻ്റെ സ്വപ്നം? സ്കൂളിലേക്ക് പോകണം, പഠിച്ചിട്ട് ടി വി മേ ദേഖ്, ടി വിയിൽ കണ്ട APJ അബ്ദുൽ കലാം ജैसे ബന്ന, ടി വിയിൽ കണ്ട APJ അബ്ദുൽ കലാമിനെ പോലെ ആകണം. കലാമും രൺവിജയും തമ്മിലുള്ള സൗഹൃദം ആരംഭിക്കുന്നത് ഒരു ചെറിയ സംഭാഷണത്തിൽ നിന്നാണ്. ആ സംഭാഷണം ഒന്ന് നോക്കാം അല്ലേ? കലാം പറയുന്നു, ഇത്നി സാരി കിതാബേം, ഇത്രയും പുസ്തകങ്ങളോ, കായക്കി, എന്തിനായിരുന്നു? കലാം എന്താ കാണുന്നത്? രൺവിജയിൻ്റെ റൂമിൽ ഒരുപാട് പുസ്തകങ്ങൾ കാണുകയാണ്. അപ്പോൾ കലാം ചോദിക്കുകയാണ്, ഇത്നി സാരി കിതാബേം, ഇത്രയും പുസ്തകങ്ങളോ, കായക്കി, എന്തിനാണ്? രൺവിജയ് പറയാണ്, ആപ്കോ അംഗ്രേസി നഹി ആത്തി, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലേ? കലാം ചോദിക്കുന്നു, തേരക്കോ പേട് പർ ചढ़ना आता है, നിനക്ക് മരത്തിൽ കയറാൻ അറിയുമോ? രൺവിജയ്, ഹമേ ഗോഡെ പർ ചढ़ना आता है, എനിക്ക് കുതിരപ്പുറത്ത് കയറാൻ അറിയാം. ആപ്കോ ഗുഡ് സവാരി ആത്തി ഹെ, നിനക്ക് കുതിരപ്പുറത്ത് സഞ്ചരിക്കാൻ അറിയാമോ? കലാം പറയുന്നു,
मेरे को ऊंट पर चढ़ना आता है, എനിക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ അറിയാം. तेरे को ऊंट को दवा देनी आती है, നിനക്ക് ഒട്ടകത്തിന് മരുന്ന് കൊടുക്കൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഈ രണ്ട് സംഭാഷണങ്ങളിലൂടെ കലാം और रणविजय के बीच एक दोस्ती होती है. കലാമും रणविजയും തമ്മിലൊരു സൗഹൃദം ഉണ്ടാകുന്നു. എങ്ങനെ? गुड़ सवारी सीखने और पेड़ पर चढ़ना सिखाने का लेन देन को लेकर. गुड़ सवारी പഠിപ്പിച്ചു കൊടുക്കാം, കുതിര സവാരി പഠിപ്പിച്ചു കൊടുക്കാം. മറിച്ചോ അതിന് പകരം എന്ത് ചെയ്യണം? पेड़ पर चढ़ना सिखाना, മരത്തിൽ കയറാൻ പഠിപ്പിച്ചു കൊടുക്കണം. इस लेन देन के बीच, ഈ കൊടുക്കൽ വാങ്ങലിലൂടെ ഉൻ दोनों के बीच एक दोस्ती होती है. അവർക്ക് തമ്മിൽ എന്ത് ചെയ്തിരുന്നു? ഒരു സൗഹൃദം ഉണ്ടാവുകയായിരുന്നു അല്ലേ? ഈ സിനിമയിലെ വേറെ രണ്ട് കഥാപാത്രങ്ങളുണ്ട്. അതിൽ ഒരാളുടെ പേരെന്തായിരുന്നു? ബാഡിസ, ചായക്ക് ദുക്കാൻ ചലാനെ വാല വ്യക്തി, ചായക്കട നടത്തുന്ന വ്യക്തിയാണ്. ജോ വഹാ ആയേ, അവിടെ വന്നിരിക്കുന്ന ലൂസി മേഡം സെ എക് അധൂരാ പ്രേം കർണേ വാലി ഹെ. ലൂസി മേഡത്തോട് എക് തരഫ പ്രേം, അപൂർണമായ ഒരാൾക്ക് മറ്റൊരാളോട് മാത്രം തോന്നുന്ന ഒരു സ്നേഹം തോന്നിയിരുന്ന വ്യക്തി. और दूसरा കഥാപാത്ര ഹെ ഏക് ബച്ച, മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. ദൂസറ ലഡ്കാത, വേറൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ജോ അമിതാഭ് കി സിനിമ ദേഖ്കർ ഉൻകെ ജൈസെ ബന്ന ചാഹതാ താ, അമിതാഭിൻ്റെ സിനിമകൾ കണ്ടിട്ട് അവനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കുട്ടി. മേ ഹമാരി നായക അസൽ നാം കലാം തോ നഹി. സിനിമയിൽ നമ്മുടെ നായകൻ്റെ യഥാർത്ഥ പേര് കലാം എന്നാണോ? നഹി. ഠാണി പർ കാം കർണേ വാല ബച്ചോ കോ കോൺ സാ നാം സെ ബുലാത്തേ തേ. ഠാണിയിൽ ജോലി ചെയ്തിരുന്ന എല്ലാ കുട്ടികളെയും വിളിക്കുന്നൊരു പേരുണ്ടായിരുന്നു, ചോട്ടു. ഹമാരെ ഉസ് ബച്ചേ കോ ബി ചോട്ടു ബുലാത്തേ തേ. ലേക്കിൻ വോ ചോട്ടു ബൻകർ ജീനാ നഹി ചാത്ത. അവൻ ആരെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല? ചോട്ടുവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഉസ്കെ അന്തർ ആകാംക്ഷാവോ ക അക്സ് ഹേ. അവൻ്റെ മനസ്സിൽ എന്തുണ്ടായിരുന്നു? ആഗ്രഹങ്ങളുടെ, ഒരു പ്രതീക്ഷകളുടെ ഒരു വലിയ ഭണ്ഡാരം തന്നെ ഉണ്ടായിരുന്നു. ഓ കഹാസെ ആയാ ഹെ മാലൂം, അവൻ എവിടെ നിന്ന് വന്നാണെന്നറിയാമോ? ജയ്സൽമേർ കി എക്സ് ദൂർ ദേഹാന്ത് സെ. ജയ്സൽമേറിലെ വളരെ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന് ബാഡിസാ കെ ചായ് കെ ദടി മേ കാം കർണേ കെ ലിയെ ഉസെ മാ ചോട് ദേത്തി ഹെ. ബാഡിസായുടെ ചായക്കടയിൽ ജോലി ചെയ്യാൻ വേണ്ടി അവനെ അമ്മ എന്ത് ചെയ്യാണ്? കൊണ്ടുചെന്നാക്കുകയാണ്. घर की गरीबी से बचने के लिए चाय की दुकान में वो काम करता है. വീടിലെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ചായക്കടയിൽ ജോലി ചെയ്യുന്നു. ലേക്കിൻ വോ ഉസി തര എക് ചോട്ടു ബൻകർ ജീനാ നഹി ചാത്ത. എന്നാൽ അവന് ആരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല? ചോട്ടുവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവൻ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? പഠ് ലിഖ്കർ എ പി ജെ അബ്ദുൽ കലാം ജൈസ ബന്ന ചാത്ത ഹെ. പഠിച്ച് എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ ആകാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. കലാമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഓ സീഖ്നെ മേ ബഡാ തേസ് ഹെ. എന്ത് കാര്യം പഠിച്ചെടുക്കാൻ വളരെ വേഗതയുള്ളവനാണ്. വോ വഹാ ആയ വിദേശി ടൂറിസ്റ്റോ കി ഭാഷ അനായാസ് സീഖ് ലേത്താ ഹെ. അവിടെ വന്നിരുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ വാക്കുകൾ, ഭാഷ എന്ത് ചെയ്തിരുന്നു? വളരെ എളുപ്പത്തിൽ പഠിച്ചെടുത്തിരുന്നു. വോ അംഗ്രേസി ലോഗോ സെ ബാത് ഭി കർത്താ ഹെ. ഇംഗ്ലീഷുകാരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. വഹാ ആയേ ലൂസി മേഡം കെ സാത്ത് ഉസ്കാ ദോസ്തി ഹോത്തി ഹെ. അവിടെ വന്ന ലൂസി മേഡത്തോടുള്ള സൗഹൃദം അവൻ്റെത് വളരെ പെട്ടെന്നായിരുന്നു. ലൂസി മേഡത്തോട് അവൻ സംസാരിക്കുന്നു. और उनके बीच एक अच्छी दोस्ती होती है. അവർക്കിടയിൽ എന്ത് ചെയ്തിരുന്നു? ഒരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ലൂസി മേഡം ഉസെ വാദാ ദേത്തി ഹെ. ലൂസി മേഡം അവന് വാക്ക് കൊടുക്കുന്നുണ്ട്. വോ ദില്ലി ലേക്കർ ജായെങ്കി. അവൻ എവിടേക്ക് കൊണ്ടുപോകാം? ദില്ലിയിലേക്ക് കൊണ്ടുപോകാം. और എ പി ജെ അബ്ദുൽ കലാം സെ മിൽവായെങ്കി. എ പി ജെ അബ്ദുൽ കലാമിനെ കാണിക്കാമെന്നൊരു വാക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? दिन रणविजय को उसके स्कूल में भाषण देने के लिए कहा जाता है. ഒരു ദിവസം रणविजयന് അവൻ്റെ സ്കൂളിൽ നിന്നും എന്ത് ചെയ്യാൻ പറയുന്നു? ഭാഷൺ ദേനെ കെ ലിയെ, പ്രസംഗിക്കുവാൻ വേണ്ടി കഹാ ജാത്താ ഹെ പറയുന്നു. रणविजय പരേഷാൻ ഹോത്താ ഹെ. रणविजय വളരെയധികം വിഷമിക്കുന്നു. ക്യോക്കി ഉസ്കി ഹിന്ദി ഉത്തനി അച്ചി നഹി ഹെ. അവൻ്റെ ഹിന്ദി അത്ര നല്ലതല്ല. ഈ അവസരം ആര് മനസ്സിലാക്കി? കലാം മനസ്സിലാക്കിയിട്ട് വളരെ കഷ്ടപ്പെട്ട് ഒരു ഹിന്ദി പ്രസംഗം എഴുതി ആർക്ക് കൊടുക്കുന്നു? रणविजयന് കൊടുക്കുന്നു. ആ പ്രസംഗം അവതരിപ്പിച്ചിട്ട് കലാമിന് रणविजयൻ എന്ത് ചെയ്യുന്നു? സ്കൂളിൽ നിന്നും പ്രഥം പുരസ്കാരം എൽത്താ ഹെ. സ്കൂളിൽ നിന്നും ഒന്നാം സമ്മാനം ലഭിക്കുന്നു. അങ്ങനെ रणविजयൻ്റെയും കലാമിൻ്റെയും സൗഹൃദം കൂടുതൽ എന്ത് ചെയ്തിരുന്നു? ആഴത്തിലാകുന്നു. रणविजय अपने किताबें कपड़े सब किसको देता है? कलाम को देता है. लेकिन एक दिन क्या हुआ? ഒരു ദിവസം എന്താ സംഭവിച്ചത്? റാണ കാരിന്ദെ കലാം കെ ഘർ തലാഷി കർണേ ആത്താ ഹെ. റാണയുടെ കാരിന്ദ ആരുടെ വീട്ടിലെത്തുന്നു? കലാമിൻ്റെ വീട്ടിൽ പരിശോധിക്കാനെത്തുന്നു. വഹാ रणविजय की चीज़ों को पाकर, रणविजयൻ്റെ സാധനങ്ങൾ കണ്ടിട്ട് കലാം പർ ചോരി ക ആരോപ് ലഗാത്താ ഹെ. കലാമിനിൽ മോഷണ കുറ്റം ചുമത്തുന്നു. കലാം अपने दोस्त को सजा मिलना नहीं चाहता था. കലാം തൻ്റെ സുഹൃത്തിന്
ശിക്ഷ ലഭിക്കാൻ ആഗ്രഹിച്ചിരുന്നോ? നഹി ചാത്ത. ഇസ്ലിയെ ഓ നഹി ബതായ യെ മുझे രൺവിജയ് തോഫാ മേ ദിയാ ഹെ. ഇതെനിക്ക് രൺവിജയ് എങ്ങനെ നൽകിയതാണ്? സമ്മാനമായി നൽകിയതെന്ന് ആര് പറഞ്ഞില്ല? കലാം പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ഓ അപ്ന ദോസ്തി കോ ത്യാഗന നഹി ചാത്ത. തൻ്റെ സൗഹൃദത്തെ നഷ്ടപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. സബ് ലോഗ് കലാം കോ ചോർ പുക്കാർനെ ലഗെ. എല്ലാ ആളുകളും കലാമിനെ കള്ളൻ എന്ന് വിളിച്ചു. യഹിക്ക് ഉസ്കാ മാ ബി. അവൻ്റെ അമ്മ പോലും അങ്ങനെ സംശയിച്ചു. കലാം ഫിർ ക്യാ കിയ. കലാം എന്താ പിന്നീട് ചെയ്തത്? ഓ വഹാൻ സെ ദില്ലിക്ക് ലിയെ റവാന ഹുവ. അവൻ അവിടെ നിന്നും എവിടേക്ക് പുറപ്പെട്ടു? ദില്ലിയിലേക്ക് പുറപ്പെട്ടു. എന്തിനാണ് അവൻ ദില്ലിയിലേക്ക് പുറപ്പെടുന്നത്? ഉസെ അപ്നെ രാഷ്ട്രപതി കലാം ജി സെ മിൽനാ ഹെ. അവൻക്ക് ആരെ കാണണമായിരുന്നു? രാഷ്ട്രപതി കലാമിനെ കാണാമായിരുന്നു. ഉസ്കെ ലിയെ ഉन्होंने ചിട്ടി ബി ലിഖാ ഹെ. അദ്ദേഹത്തിന് വേണ്ടി കലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കത്ത് കൂടി എഴുതിയിട്ടുണ്ട്. ഇസ്മേ ബതായാ താ കി വോ പഠനാ ചാത്താ ഹെ, ഉസെ പഠനെ കാ അവസർ ചാഹിയേ. അതിലെന്താണ് അവൻ എഴുതിയിരുന്നത്? അവൻ കലാമിനെ പോലെ വലിയ രാഷ്ട്രപതിയാകാൻ ആഗ്രഹിക്കുന്നു. അതിനെ അവൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പഠിക്കാനൊരു അവസരം അവനക്ക് ലഭിക്കണം. ലേക്കിൻ ഉസ്കാ മൻസിൽ പൂരാ നഹി ഹുവ. അവൻ്റെ ലക്ഷ്യം പൂർത്തിയായോ? നഹി. രാഷ്ട്രപതി കലാം തോ വഹാ നഹി താ. രാഷ്ട്രപതി കലാം ജി അവിടെ ഉണ്ടായിരുന്നില്ല. തോ സൈനികോനെ ക്യാ കഹാ? ഹം ആപ്കെ ചിട്ടി രാഷ്ട്രപതി കലാം തക് പहुंच जाएंगे. ഞങ്ങൾ എന്ത് ചെയ്യാം? തൻ്റെ കത്ത് രാഷ്ട്രപതി കലാമിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. ഇസി പീച്ച് രൺവിജയ് ദില്ലി പहुंचता है और കലാം സെ മിൽത്താ ഹെ. ഈ സമയത്ത് രൺവിജയ് എന്ത് ചെയ്യുന്നു? ദില്ലിയിലെത്തുകയും ആരെ കാണുകയും ചെയ്യുന്നു? കലാമിനെ കാണുകയും ചെയ്യുന്നു. और अपने मित्र को वापस गाँव में ले जाता है. തൻ്റെ സുഹൃത്തിനെ എവിടേക്ക് കൊണ്ടുവന്നു? ഗ്രാമത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. और റാണാക്കെ നിർദ്ദേശാനുസാർ, റാണയുടെ നിർദ്ദേശമനുസരിച്ച് കലാം കോ ബി സ്കൂൾ ഭേജ്താ ഹെ. കലാമിനെയും സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു. और കലാം का एक बड़ा सपना पूरा होता है. കലാമിൻ്റെ ഒരു വലിയ സ്വപ്നം തന്നെ പൂർത്തിയാകുന്നു. സ്കൂൾ ജാന और पढ़ लिखकर രാഷ്ട്രപതി കലാം ജൈസ ബന്ന. സ്കൂളിലേക്ക് പോകാനും പഠിച്ചാരെ പോലാകാനും രാഷ്ട്രപതി കലാമിനെ പോലാകാനും. എന്നാൽ മിഹിർ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ ബാല്യകാല സുഹൃത്തായ മോർപാലിൻ്റെ ഇത്തരം സ്വപ്നങ്ങൾ അപൂർണമായിരുന്നു. അവൻ്റെ പഠിത്തം 8ാം ക്ലാസ്സിൽ വെച്ച് നിർത്തേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ആരാ ഓർമ്മിക്കുന്നു? മിഹിർ ഓർമ്മിക്കുന്നു. ഈ പാഠഭാഗത്തിൽ 2 സൗഹൃദങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാരുടേതായിരുന്നു? रणविजय और कलाम के बीच, और दूसरा मिहिर और मोरपाल के बीच. और मिहिर और मोरपाल की दोस्ती में मोरपाल की सपना अधूरा रह गया, लेकिन कलाम का सपना पूर्ण हो गया. മിഹിറും മോർപാലും തമ്മിലെ സൗഹൃദത്തിൽ മോർപാലിൻ്റെ സ്വപ്നങ്ങൾ അപൂർണമായിരുന്നെങ്കിൽ കലാമിൻ്റെ സ്വപ്നങ്ങൾ എന്തായിരുന്നു? സാക്ഷാത്കരിക്കുന്നതായിട്ട് ലേഖകൻ ഇവിടെ പറയുകയും ചെയ്യുന്നിരുന്നു. 2 സൗഹൃദങ്ങളുടെ കഥ പറയുന്ന ആയാം കലാം കെ ബഹാനെ എന്ന പാഠഭാഗത്തിൽ കലാം और रणविजय की और कलाम मिहिर और मोरपाल की कहानी हम सुन सकते हैं. ഓക്കെ, ഈ വോയിസൊക്കെ കേട്ട് കഴിഞ്ഞാൽ പാഠഭാഗം ഒന്നും കൂടി ആവർത്തിച്ച് വായിച്ചു നോക്കണം. നല്ലപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യട്ടെ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.